ഇന്നും വളരെ കരുതലോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞത്. തന്നെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നായിരുന്നു വി ഡി സതീശന്റെ മറുപടി. വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ തിരുത്തുമെന്നും പ്രതികരണം. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന ആളാണ്. ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയിൽപ്പെട്ടവർ പാർട്ടി വേദിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത ആളുകൾക്കൊക്കെ പൊതുവായി വിമർശിക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് തിരുത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ തെറ്റ് തിരുത്താം. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല. വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. നമ്മുടെ മാധ്യമപ്രവർത്തകർ മൈക്കുമായിട്ട് ഓരോ നേതാവിൻ്റെയും മുമ്പിൽ പോയിട്ട് ആരാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ അവരൊരു അഭിപ്രായം പറയും. അതിലെന്താ തെറ്റ്? അത് അവരുടെയൊക്കെ അഭിപ്രായത്തിന് അവർക്ക് പറയുന്നത് അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ അല്ല പറയുന്നത്. കോൺഗ്രസ് എല്ലാ സമൂഹങ്ങളെയും സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഞങ്ങളൊരു മതനിരപേക്ഷ പാർട്ടിയാണ്. ഒന്നിനെയും നിഷേധിക്കുന്നതല്ല. എല്ലാ മതങ്ങളെയും എല്ലാ സമുദായങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ എല്ലാവരുടെയും വാക്കുകൾ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ പാർട്ടിയാണ് ആത്യന്തികമായി അവസാനം ഒരു തീരുമാനം എടുക്കുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പമുണ്ട്. മനീഷ്, ഈ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ വിഷയത്തിൽ, അതായത് സംഘടനാകാര്യ സെക്രട്ടറി KC വേണുഗോപാൽ ഈ വിഷയത്തിൽ എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? കേരളത്തിലെ അടുത്ത കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ് എന്നത് സംബന്ധിച്ച ഒരു തർക്കം പാർട്ടിക്കകത്ത് രൂപപ്പെടുകയും അതിൽ രണ്ട് വിഭാഗങ്ങളായി തിരിയുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടോ? അതിന്റെ ഭാഗമാണോ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ? അതിനെ കോൺഗ്രസ് നേതൃത്വം ഗൗരവത്തിൽ കാണുന്നുണ്ടോ? എന്താണ് സംഘടനാകാര്യ സെക്രട്ടറിയുടെ പ്രതികരണം? വെള്ളാപ്പള്ളി നടത്തുന്ന ഇത്തരം